കഴിഞ്ഞ ദിവസമാണ് നിഷ സാരംഗ് താൻ ഇനി ഉപ്പുമുളകിലേക്ക് തിരിച്ചു വരുന്നില്ല എന്ന് പ്രേക്ഷകരോട് പങ്കുവച്ചത്. അതിന് തൊട്ടു പിന്നാലെയാണ് നിഷ സാരംഗിന് വന്ന കമൻറ്റ് ഇങ്ങനെയാണ്: ഉപ്പുമുളകിലും താരം തിരിച്ചെത്തണമെന്ന് താരത്തിന് ഉപ്പുമുളകിലെ നീലുവായി ഞങ്ങളെല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി ആ സ്ഥാനത്ത് വേറെ ആരും കാണാൻ പറ്റത്തില്ല എന്ന് കമൻ്റായിരുന്നു. നിഷ സാരംഗ് അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ ഉപ്പും മുളകും എന്ന ജനപ്രിയ പരമ്പരയെ പിന്മാറിയതിന് ശേഷമുണ്ടായ തൻ്റെ ജീവിതത്തെ അനുഭവത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ്. പരമ്പരയിൽ നിന്ന് മാറിയതിന് ശേഷം 1 മാസത്തോളം താൻ ആശുപത്രിയിലായിരുന്നുവെന്നും പുതിയ സിനിമകളുടെ ചിത്രീകരണം പൂർത്തിയാക്കിയ ശേഷം അഡ്മിറ്റ് ആയതെന്ന് നിഷ വെളിപ്പെടുത്തുന്നു. രോഗം അല്പം സങ്കീർണമായിരുന്നതിനാൽ ബെഡ് റെസ്റ്റ് ആവശ്യമായി വന്നു. പ്രാഥമിക കാര്യങ്ങൾ പോലും ചെയ്യാൻ പ്രയാസമായിരുന്നു. ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരുന്നത്. ഈ അവസ്ഥയ്ക്ക് ശേഷം താൻ വിഷാദത്തിലേക്ക് വഴുതി വീഴണമെന്ന് 1.5 മാസത്തോളം കൗൺസിലിങ്ങിലൂടെയാണ് താൻ ഈ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത് നിഷ പറയുന്നു. അതിനിടയ്ക്ക് ഒരു യൂട്യൂബർ തന്നെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇവർക്ക് വല്ല പാത്രം കഴിയോ ഹോട്ടലോ മറ്റോ ഇട്ട് ജീവിച്ചൂടെ എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നതെന്ന് നിഷ കൂട്ടിച്ചേർക്കുന്നു. വഴിയടഞ്ഞ പല വഴികൾ തുറന്നു വരുമെന്ന് താൻ വിശ്വസിക്കുന്നതായി അവർ വ്യക്തമാക്കി. ഉപ്പുമുളകിലെ ചില താരങ്ങളുമായി നല്ല അടുപ്പത്തിലായിരുന്നുവെന്നും നിഷ അഭിമുഖത്തിനിടയിൽ പറയുന്നുണ്ടായിരുന്നു. കുട്ടികളും അവരുടെ കുടുംബാംഗങ്ങളും തൻ്റെ വീട്ടിൽ വരാറുണ്ടെന്ന് എല്ലാവരും നല്ല ബന്ധത്തിലായിരുന്നുവെന്നും അവർ ഓർത്തെടുത്തു. വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുന്ന തെറ്റല്ലെന്ന്, എന്നാൽ ജോലി വ്യക്തി ജീവിതത്തെ ഒരു പരിധിവരെ വേർതിരിപ്പിച്ച് നിർത്തുന്നതാണ് നല്ലതെന്നും നിഷ സാരംഗ് വീണ്ടും ഉപ്പുമുളകിലേക്ക് തിരിച്ചെത്തണമെന്ന് തന്നെയാണ് പ്രേക്ഷകരും ആഗ്രഹിക്കുന്ന ഈ നിമിഷത്തിൽ. ഇനി ഉപ്പുമുളകിൽ നിഷയുടെ കഥാപാത്രം ചെയ്യാൻ ആരെങ്കിലും വന്നാൽ അത് എത്രത്തോളം നന്നായിരിക്കുമെന്നുള്ള കാര്യത്തിൽ പ്രേക്ഷകർക്കും ആശങ്കയുണ്ട്.